നമസ്കാരം. നല്ല ഉറക്കത്തിന് സ്റ്റെപ്പ് 1. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സൗന്ദര്യ ചികിത്സയാണ് നല്ല ഉറക്കം. പലർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ചിലർക്ക് ഉറക്കം കിട്ടാൻ വലിയ പാടാണ്. ചിലർക്ക് 2 മണിക്കൂർ ഉറങ്ങിയ ശേഷം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ചിലർക്ക് എത്ര ഉറങ്ങിയാലും ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല. സ്റ്റെപ്പ് 2. ഉറക്കത്തിന് 2 മണിക്കൂർ മുമ്പ് വളരെ പ്രധാനമാണ്. മനസ്സിന് കൂടുതൽ സ്ട്രെയിൻ വരുന്ന എല്ലാ ചിന്തകളും, സംസാരങ്ങളും, ജോലികളും സ്റ്റോപ്പ് ചെയ്യുക. ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ കൂടി കാണാതിരിക്കുക. തീരുമാനിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ രാത്രിയിൽ ചെയ്യാതെ പകലാക്കുക. ഞാനിതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നല്ല ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടതാണ്. ചിലരെ സംബന്ധിച്ച് ബ്രെയിന് കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻ നല്ല ഉറക്കത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓരോ ബ്രെയിനിലും ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത് ഓരോ തരത്തിലാണ്. ചിലർക്ക് ചെറിയ കാര്യങ്ങൾ പോലും കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നു. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആകാംക്ഷ കാണിക്കുന്നവരുണ്ട്. കിടക്കുന്നതിന് മുമ്പ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. കാരണം ചില വാർത്തകൾ കാണുമ്പോൾ ചിലർ അതേക്കുറിച്ച് കൂടുതൽ ആകാംക്ഷ കാണിക്കുന്നു. സ്റ്റെപ്പ് 4. നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിയായില്ലെങ്കിൽ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് മെച്ചപ്പെടുത്താനായി വൈറ്റമിൻ ബി ഗ്രൂപ്പിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചക്കറികൾ, ബ്രൗൺ റൈസ്, മുട്ട, പാൽ തുടങ്ങിയവയിൽ ഇത് ധാരാളമുണ്ട്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. സ്റ്റെപ്പ് 5. രാത്രിയിൽ കിടക്കുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം മാക്സിമം കുറയ്ക്കുക. ആ ഊർജം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തും. ഉറക്ക സമയത്താണ് ശരീരം അതിൻ്റെ കേടുപാടുകൾ മാറ്റുന്നത്. അതുപോലെ രാത്രി കാലങ്ങളിൽ മനസ്സ് പൂർണ്ണമായും ഫ്രീ ആക്കി വെക്കരുത്. അധികം സ്ട്രെയിൻ ഇല്ലാത്ത കാര്യങ്ങൾ വായിക്കാം. എന്നുവെച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യാതെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. സ്റ്റെപ്പ് 6. ഉറക്കക്കുറവുള്ളവർ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഡീപ് ബ്രീത്തിങ് റിലാക്സേഷൻ ശീലിക്കുക. അനുലോമ വിലോമ പ്രാണായാമം ശീലിക്കുന്നത് നല്ലതാണ്. നട്ടെല്ല് നിവർന്നിരുന്ന് ഒരു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. ഡീപ്പായിട്ടെടുത്ത ശേഷം മൂക്കടച്ച് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. തുടർന്ന് മറ്റേ മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിട്ട അതേ മൂക്കിൽ കൂടി ശ്വാസം വീണ്ടും എടുക്കുക. ആ പ്രോസസ്സ് 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 7. കിടന്നതിന് ശേഷം മസിൽ റിലാക്സേഷൻ ചെയ്യാം. മലർന്ന് കിടന്ന് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ശക്തിയായി വായിൽ കൂടി പുറത്തേക്ക് വിടുക. ഇത് 3 പ്രാവശ്യം ചെയ്യണം. തുടർന്ന് കാൽപാദം മുന്നോട്ടും പിറകോട്ടും സ്ട്രെച്ച് ചെയ്യുക. 10 പ്രാവശ്യം ചെയ്യാം. ബട്ടക്സ്, വയർ, കൈകൾ എല്ലാം സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഈ സമയം കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ, കൂടുതൽ ബലം പിടിക്കാതെ ശരീരത്തിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. ഓർക്കുക, ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ശരീരം പൂർണ്ണ റിലാക്സ്ഡ് ആകുന്നു. തുടർന്ന് മനസ്സിനെ ഏതെങ്കിലും ഒരു ഭാവനയിലേക്ക് കൊണ്ടുപോവുക. നമ്മുടെ സ്വന്തം കാര്യങ്ങളല്ലാത്ത ഒരു ഫാൻറ്റസി മനസ്സിലേക്ക് കടത്തിവിടുക. ക്രമേണ നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് പോകുന്നത് കാണാം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഉറക്കത്തെക്കുറിച്ച് അമിതമായിട്ട് കോൺഷ്യസ് ആകാതിരിക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ലല്ലോ എന്ന ടെൻഷൻ അതൊരു സെക്കൻഡറി ആങ്സൈറ്റി ആയിട്ട് വളർന്നു വരും. ഈ അവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഭാവന കാണണം എന്ന് പറയുന്നത്. അതുപോലെ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തവർ രാത്രിയിൽ കിടന്നതിന് ശേഷം ചാറ്റിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ കേടുപാടുകൾ മാറ്റാനായിട്ട് പ്രകൃതി സ്വയം ചെയ്യുന്ന ഒരു ചികിത്സയാണ് നല്ല ഉറക്കം. കൂടുതൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.